നിങ്ങൾ ഈ പൈസ മുടക്കി ഇവിടം വരെ വന്നേണെന്തിനാ? നിങ്ങൾ റെഡിയാവാനല്ലേ? അല്ല എന്നെ റെഡിയാക്കാനാ? പാവം രമേശ് സാർ ഒന്ന് നന്നായിട്ട് പ്രസന്റേഷൻ ചെയ്തോട്ടെ. പാവം കുറേ കാലമായി ചെയ്തിട്ട്. വി ഹാവ് ടു ഫൈറ്റ് വിത്ത് ourselves. നമ്മുടെ മടിയോട്, നമ്മുടെ ലേസിനെസ്സിനോട്, നമ്മുടെ കോംപ്ലക്സുകളോട്, നമ്മുടെ ഫിയറിനോട്, നമ്മുടെ ഇൻഹിബിഷൻസിനോട് നമ്മൾ ഫൈറ്റ് ചെയ്ത് അതിനെ ഇല്ലാതാക്കണം. അത് ഈ ആക്ഷനിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇതിൽ ഓരോ സെന്റൻസിലും നമ്മുടെ ഇമോഷൻ ഉണ്ടാവണം. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ക്യാൻ യു ഫോളോ മീ everyone? I speak English. My dear father, you don't worry, I speak English to the manager. Dear father, അച്ഛന് ഭയങ്കര ടെൻഷനാണ്. ഇവൻ ഇന്റർവ്യൂവിന് പോകാമാണ്. ഇനി ഇവൻ ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കോ, എന്ത് ചെയ്യും? എടാ മോനെ, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ ഇംഗ്ലീഷ് പഠിക്കാൻ. ഇനി ഇന്റർവ്യൂ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അച്ഛനോട് എന്ത് പറയും? My dear father, you don't worry, I speak English to the manager. Come on everyone, I speak English. ഒരു അഭിമാനത്തോടുകൂടി പറയണം, ഒരു സന്തോഷത്തോടുകൂടി പറയണം, ഒരു എനർജറ്റിക് ആയിട്ട് പറയണം, ഒരു ഹാപ്പി ആയിട്ട് പറയണം. ഇതാണ് എല്ലാവരും മൈൻഡാണ് കേട്ടോ ഞാൻ പറയുന്നത്. വാ എല്ലാവരും ഇല്ല ഇനി ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെ. ഞാൻ ഇത്ര നേരം ഞാൻ ഉപദേശമായിരുന്നു അല്ലേ? ഇനി നമ്മുടെ ആക്ഷനാണ്. യു മസ്റ്റ് ഫോക്കസ് ഓൺ യുവർ വേർഡ്സ്. വേർഡ്സ് കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കാം നമുക്ക്. What's the matter? What's lips round down? ഈ W pronounce ചെയ്യുമ്പോൾ lips round down. What's the matter? Hey, what's the matter? തുടങ്ങാം. ഇനി ഞാൻ നിർത്തൂല. ഓക്കെ, എന്നെ ഫോളോ ചെയ്താൽ മതി തൽക്കാലം. ഫോളോ മീ. ഞാൻ എല്ലാ ദിവസവും ഇത് ചെയ്യണതാണ് കേട്ടോ. എല്ലാ സൺഡേ ഉൾപ്പെടെ ഞാൻ ചെയ്യണതാണ്. കഴിഞ്ഞ 21 വർഷമായിട്ട് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനും എൻ്റെ കല്യാണത്തിനും മാത്രമേ ഞാൻ ഇത് ചെയ്യാതിരുന്നിട്ടുള്ളൂ. ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രസൻറ്റേഷൻ റെഡി ആവാൻ വേണ്ടി ഇവിടെ ഇരിക്കേണ്ട. നിങ്ങൾ റെഡി ആവാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണേ. ശബ്ദം എടുക്കണം, ബോഡി ലാംഗ്വേജ് എടുക്കണം, ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇതെല്ലാം ഒരുമിച്ച് വരണം. അപ്പം നമ്മുടെ സ്കില്ല് മനസ്സിലാക്കണം. അല്ലാതെ ഒരാൾ നിങ്ങളോട് ശബ്ദം എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ പണ്ടാറ് ഞാൻ ശബ്ദം എടുക്കണമല്ലോ, അശോ ഞാൻ നോക്കുമ്പോൾ കാലം എന്നെ തന്നെയാണല്ലോ നോക്കണം, ദൈവമേ മനസ്സിലായ ഇയാൾ എന്നെ തന്നെയാണല്ലോ നോക്കണം, കുറേ നേരമായില്ല. നോ, ലൗഡ് യുവർ വോയിസ് പ്ലീസ്. യു മസ്റ്റ് ലൗഡ് യുവർ വോയിസ്. ഓക്കെ, സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് യു മസ്റ്റ് ലൗഡ് യുവർ വോയിസ്. ദ ഫസ്റ്റ് റൂൾ ഈസ് ദാറ്റ് യു മസ്റ്റ് ലൗഡ് യുവർ വോയിസ്. നിങ്ങളുടെ വോയിസിനൊരു അമൂല്യമായിട്ടൊരു ശക്തിയുണ്ട്. അത് ശബ്ദം എടുത്താൽ മാത്രമേ വരുള്ളൂ. ഇംഗ്ലീഷ് ടഫാണെന്ന് നിങ്ങളുടെ മനസ്സിന് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക, ശരിയല്ലേ? അപ്പം നമ്മൾ ഈ 100-300 എക്സാമ്പിൾസ് ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ അപ്പോൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അറിയാതെ അറിവിലേക്ക് കടക്കും. കാരണം നിങ്ങളുടെ ഇൻഹിബിഷൻസ് ഇല്ലാതാവുകയാണ് അവിടെ, അല്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നുള്ള തോന്നല് ഇത്രയും സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാമെന്ന് ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. അറിയാതെ മനസ്സിൽ വരിക. അപ്പം എന്ത് സംഭവിക്കും? കൊള്ളാല, എനിക്കറിയാല. എവിടെയെങ്കിലും ഇപ്പം ഫ്ലാബർഗാസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഫ്ലാബർഗാസ്റ്റ് ഇത് രമേശ് സാർ പഠിപ്പിച്ചതല്ല എന്ന് വിചാരിക്കും. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ റിലാക്സ് ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ. അല്ലാതെ ഇത് പഠിച്ച് മറ്റേ എക്സാമിന് പഠിക്കുന്നതോട് കുത്തിയിരുന്ന് പഠിച്ച് ഐ സ്പീക്ക് ഇംഗ്ലീഷ് വേലക്കാരി ആയിരുന്നാലും നീ എൻ്റെ മുഖമില്ലേ, വേലക്കാരി ആയിരുന്നാലും ഇങ്ങനെ വരൂല്ലേ? അത് ഇങ്ങനെ വരുമെന്ന് വിചാരിക്കരുത്. ഇത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഉറക്കം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭനയ്ക്കൊരു ഹാലൂസിനേഷൻ വന്നു. യെസ് ഓർ നോ? എങ്ങനെയാ അവളുടെ ചെറുപ്പത്തിൽ അടിഞ്ഞുകൂടിയ കുറേ പൂജാതി കർമ്മങ്ങളുടെയും അതിൻ്റെ ഇതൊക്കെ സാധനം കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഇതുമായിട്ട് കണക്റ്റായി കുളത്തി പിടിച്ചു, ശരിയല്ലേ? ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ ഇത്രയും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സൂപ്പറാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരാളുടെ ഇടയിൽ ഒന്ന് ഇതൊന്നും ശരിയാവില്ല എന്ന് പറയാം. അപ്പം നിങ്ങളും പറയും ശരിയാണ് കേട്ടോ, ഇതൊന്നും ശരിയാവില്ല. കാരണം നിങ്ങൾ മുമ്പ് കിടക്കുന്ന സാധനത്തിൽ കയറി പിടിക്കുകയാണേ. റൈറ്റ്? അതേപോലെ ശോഭന അങ്ങനെ സംഭവം ഉണ്ടായി. ഇവിടെ വന്നപ്പോൾ നേരെ കയറി പിടിച്ചു. ശോഭനേനെ എന്താ ചെയ്തേ? ആ ഹാലൂസിനേഷൻ ഇല്ലാതെയാക്കാൻ വേണ്ടി സുരേഷ് ഗോപിനെ ഡെമ്മിയായിട്ട് കിടത്തിയിട്ട് വാള് കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങളെ തീ ഊതി, അല്ലേ? ഊതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു അന്താളിപ്പ് വന്നു. ആ അന്താളിപ്പിൽ ഈ സാധനം തിരിച്ചു. അവൾ വെട്ടി. അവൾ വിചാരിച്ചു ഇതാണ് മറ്റവനെന്ന് വിചാരിച്ച് വെട്ടി ഇത് കാണിച്ചു. ബോധം കെട്ട് വീണ് അവളുടെ ആ സാധനം പോയി. ശരിയല്ലേ? എൻ്റെ പൊന്നു മക്കളെ, ആ സുരേഷ് ഗോപിയാണ് ഈ സുരേഷ് ഗോപി. ഈ സാധനത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 40 ദിവസം ചെയ്ത് നിങ്ങളൊരു ബോധം കെടും. ബോധമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു ബോധക്കേടുണ്ടാവും. ആ ബോധക്കേട് ഉണർന്നു വരുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ ഗംഗയാണ് സംസാരിക്കുന്നത് പറയുന്ന പോലെ ഞാൻ വന്നിട്ട് പറയും നിങ്ങൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. യെസ്, ഞാൻ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ പറയും. അവിടെ നിങ്ങളുടെ അസുഖം മാറും.
Welcome to Fluency Multiplayer, making people confident in English.